നമസ്കാരം. ഹൈപ്പ് വേഴ്സസ് റിയാലിറ്റി സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ വെൽത്ത് ഡിസ്ട്രക്ഷൻ സ്റ്റോറികളിലൊന്നായ ഓല ഇലക്ട്രിക്കിനെ കുറിച്ചാണ്. 2024 ഓഗസ്റ്റിൽ 76 രൂപയ്ക്ക് IPO വന്നപ്പോൾ ഓല വിറ്റതൊരു വലിയ സ്വപ്നമായിരുന്നു. ഇന്ത്യയുടെ ടെസ്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന ഫാക്ടറി, സ്വന്തമായി ബാറ്ററി ഉണ്ടാക്കുന്ന കമ്പനി, ഇതൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ. ലിസ്റ്റിംഗിന് ശേഷം ഓഹരി വില 157 രൂപ വരെ കുതിച്ചു. എന്നാൽ 2026 ഫെബ്രുവരിയിലെത്തി നിൽക്കുമ്പോൾ എന്താണ് അവസ്ഥ? ഓഹരി വില വെറും 31 രൂപയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. നിക്ഷേപകർക്ക് 60% നഷ്ടം. എവിടെയാണ് ഓലയ്ക്ക് പിഴച്ചത്? ഒന്നാമത്തെ കാരണം സർവീസ് ക്രൈസിസ് ആണ്. വണ്ടി വിൽക്കുന്നതിൽ കാണിച്ച ആവേശം അത് സർവീസ് ചെയ്യുന്നതിൽ ഓല കാണിച്ചില്ല. 2024 അവസാനത്തോടെ പ്രതിമാസം 80,000 പരാതികളാണ് കമ്പനിക്ക് ലഭിച്ചത്. സർവീസ് സെന്ററുകൾ സ്കൂട്ടർ ശവപ്പറമ്പുകളായി മാറി. ഇത് ഉപഭോക്താക്കളുടെ വിശ്വാസം തകർത്തു. കേന്ദ്ര സർക്കാർ ഏജൻസിയായ CCPA ഓലയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. രണ്ടാമത്തെ കാരണം തകർന്നടിഞ്ഞ മാർക്കറ്റ് ഷെയർ. 2024 വിപണിയുടെ 49% കൈവശം വച്ചിരുന്ന ഓല 2026 ജനുവരി ആയപ്പോഴേക്കും 10% താഴെയായി ചുരുങ്ങി. TVS iQube-ഉം ബജാജ് ചേതക്കും വിപണി പിടിച്ചടക്കി. വിശ്വസ്തരായ പഴയ കമ്പനികൾ തിരിച്ചു വന്നപ്പോൾ ഓലയുടെ ഹൈപ്പ് എവിടെയും എത്തിയില്ല. മൂന്നാമതായി സാമ്പത്തിക തകർച്ച. ലാഭമുണ്ടാക്കുമെന്ന് കരുതിയ കമ്പനിയുടെ നഷ്ടം ക്വാർട്ടർ തോറും കൂടുകയാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 564 കോടി രൂപയാണ് നഷ്ടം. വരുമാനം 19% കുറഞ്ഞു. IPO സമയത്ത് പറഞ്ഞ വലിയൊരു വാഗ്ദാനമായിരുന്നു സ്വന്തം ബാറ്ററി ഫാക്ടറി അഥവാ ജിഗാ ഫാക്ടറി. എന്നാൽ പണം ലാഭിക്കാൻ വേണ്ടി ഇതിന്റെ വിപുലീകരണം ഇപ്പോൾ 2029ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചിലവ് കുറയ്ക്കാൻ വേണ്ടി 500-ലധികം ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഇനി എന്ത്? 2026 തിരിച്ചുവരവിനായി Gen 3 എന്ന പുതിയ പ്ലാറ്റ്ഫോമും ഹൈപ്പർ സർവീസ് എന്ന പേരിൽ മെച്ചപ്പെട്ട സർവീസ് ശൃംഖലയും ഓല പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഓല ശക്തി എന്ന പേരിൽ വീടുകളിലേക്കുള്ള ബാറ്ററി സ്റ്റോറേജിലേക്കും അവർ കടക്കുന്നു. പക്ഷേ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുക എളുപ്പമല്ല. പാഠമിതാണ്: പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ കസ്റ്റമറെ നിലനിർത്തുന്നതാണ് യഥാർത്ഥ ബിസിനസ്. കൂടുതൽ വിശകലനങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.